ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. എല്ലാവരും കേരളപ്പിറവിയായിട്ട് സെറ്റ് സാരിയും സെറ്റും മുണ്ടും ഷർട്ടും ഒക്കെയാണ് ഇട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞാൻ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് കേരളപ്പിറവിയൊക്കെ ആഘോഷിക്കും കേട്ടോ. ഓഫീസിലൊക്കെ പോകുമ്പോൾ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് എന്താ പറയുക, കസവിൻ്റെ മുണ്ടും അതുപോലെ നല്ല ക്രീം കളറോ അതിന് മാച്ച് ആവുന്ന വേറെ കളർ ഷർട്ടൊക്കെ ഉണ്ടല്ലോ, നല്ല പ്ലെയിൻ എന്താ പറയുക, അതിന് നല്ല തിളങ്ങുന്ന ഷർട്ടുകളൊക്കെ. എനിക്ക് ഷർട്ടിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അങ്ങനെയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് ഓഫീസിലൊക്കെ പോയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കേരളപ്പിറവിയോടനുബന്ധിച്ച് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. നമ്മൾ മിക്കവാറും വെജിറ്റേറിയനാണ് ചെയ്യാറുള്ളത്. നോൺ വെജ് കഴിഞ്ഞ ദിവസം ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ മീൻ കറിക്കൊക്കെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്നുള്ളത്. അപ്പോൾ ഇടയ്ക്ക് നോൺ വെജും ചെയ്യാം കേട്ടോ, കൂടുതൽ വെജ് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്, നമ്മുടെ മത്തങ്ങ തോരൻ. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റാണ്. ആ മത്തങ്ങയുടെ ഉള്ള മധുരവും തേങ്ങയും പച്ചമുളകും എല്ലാം ചേർന്ന് വരുന്നതിൻ്റെ എരിവും എല്ലാം ചേർന്ന് ചോറിൻ്റെ കൂടെ സൂപ്പറാണ്. മത്തങ്ങ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിക്കോളൂ. ഇന്ന് തന്നെ ജോലിക്ക് പോകുമ്പോൾ ഈ ഒരു തോരനും കൂടി ഉണ്ടാക്കിയിട്ട് ജോലിക്ക് പോയിക്കോളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചോറിന് ഈ ഒരു കറി ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് മത്തങ്ങ തോരൻ റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 150 ഗ്രാം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഈ വലിപ്പത്തിലുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവുള്ള പച്ചമുളക് വേണ്ട, ഒരു മീഡിയം എരിവുള്ള പച്ചമുളക് മതി. പിന്നെ ഒരു 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അരയ്ക്കാനാണ്. പിന്നെ തേങ്ങ ചിരവിയത് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടി. നമ്മൾ മൊത്തം ടേബിൾ സ്പൂണിൽ പറയുകയാണെങ്കിൽ 4 വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് തേങ്ങ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. നിങ്ങൾ മത്തങ്ങ എടുക്കുന്നതനുസരിച്ച് തേങ്ങയുടെ അളവിൽ വ്യത്യാസം വരുത്താം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മത്തങ്ങ ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം അരയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഈ പാനിലാണ് റെഡിയാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മത്തങ്ങ ചേർക്കാം. മത്തങ്ങ ഒരുപാട് വലിപ്പത്തിലല്ല കേട്ടോ, ഇതുണ്ടോ ഈ ഒരു വലിപ്പത്തിൽ, അധികം തിക്നെസ് ഇല്ലാതെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കുറുകെ കട്ട് ചെയ്യണമെങ്കിൽ കുറുകെ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. മത്തങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. മത്തങ്ങ വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. മത്തങ്ങയുടെ അതേ ലെവലിൽ തന്നെയാണ് ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത്രയും ചേർത്ത് മത്തങ്ങ കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് വേവണം, പക്ഷെ കുഴഞ്ഞു പോകരുത്. ആ ഭാഗത്തിൽ വേവിച്ചെടുക്കുക. ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ തോരൻ്റെ അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി, പച്ചമുളക്, ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക. ഉള്ളി ഞാനിപ്പോൾ ഒരു 3 എണ്ണം ചേർക്കുന്നുണ്ട്. 3 പച്ചമുളകും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി, ചെറിയ ജീരകമാണ് കേട്ടോ. ജീരകപ്പൊടി ചേർത്താലും കുഴപ്പമില്ല, ജീരകം ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്ക് തോരൻ്റെ പാകത്തിലൊന്ന് ഒതുക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള റെസിപ്പിയൊന്നുമല്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ ജീരകം, ഉള്ളി, പച്ചമുളക് എല്ലാം ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. തേങ്ങയും ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മത്തങ്ങ കുക്കായി വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇതാ കുക്കായി കഴിഞ്ഞു. അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് കുറച്ച് വെള്ളം വേണം. ഇതിലും കൂടുതൽ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മത്തങ്ങ കുഴഞ്ഞു പോവും, ഉടഞ്ഞു പോവും. ഞാനപ്പോൾ ഈ ഒരു വെള്ളം ഉള്ള അവസ്ഥയിൽ തന്നെയാണ് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ഒതുക്കിയത് ചേർക്കുന്നത്. നമ്മുടെ തേങ്ങ കുക്കാവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. അപ്പോൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇനി ഇളക്കി മിക്സ് ചെയ്യാം. ഒരുപാട് ഇളക്കി ഉടച്ച് കളയരുത്. മത്തങ്ങ കറക്റ്റായിട്ട് പാകത്തിന് കുക്കായതുകൊണ്ട് ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇളക്കണം. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ആ വെള്ളമൊക്കെ ആവശ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ. തേങ്ങ ചേർത്ത് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ തേങ്ങയും മത്തങ്ങയും എല്ലാം ചേർന്ന് വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചു. ഇത്രയും സമയം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി വീണ്ടും ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇനി 1-2 കാര്യങ്ങളും കൂടി ചേർക്കാനുണ്ട്. അതിപ്പോഴല്ല, നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞിട്ടാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ നമ്മളിത് വീണ്ടും ഒന്ന് ഒരുമിച്ചാക്കിയിട്ട് ലോ ഫ്ലെയിമിലൊരു
3 മിനിറ്റ് അടച്ചു വയ്ക്കുക. നമ്മുടെ തേങ്ങയുടെ റോ ടേസ്റ്റ് മാറി വരാനാണ് നമ്മൾ ഇനി ഒരു 3 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് തോന്നുന്നില്ലേ? വളരെ ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ ചേർത്തിട്ടാണോ ഇഷ്ടമായത്, ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനാണോ ഇഷ്ടമായതെന്നൊക്കെ ഒന്ന് പറയാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ചോറിൻ്റെ കൂടെ ചേർത്തും കഴിക്കാം, വെറുതെയും കഴിക്കാം. അപ്പോൾ വെറുതെ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു 11 മണിക്കൊക്കെ വിശക്കാണെങ്കിൽ ആ സമയത്തൊന്ന് സ്പൂണിൽ കോരി കഴിക്കാവുന്നതേ. കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പൊക്കെ മാറിക്കോളും. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുമാണ്. മത്തങ്ങ ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു ദോഷങ്ങളുള്ള റെസിപ്പിയല്ല. അപ്പോൾ നമ്മളിപ്പോൾ 1 മിനിറ്റായി അടച്ചു വെച്ചിട്ട് ഇനി നമുക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. തേങ്ങ എല്ലാ ഭാഗത്തും ഒരുപോലെ കുക്കായി വരാനാണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നത്. കണ്ടോ? നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തോരനാണ്. നല്ല ടേസ്റ്റും ആണ് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ പപ്പടവും കുറച്ച് തൈരും ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം. അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഇഷ്ടമാവും. ഇനി ആ പച്ചമുളകിൻ്റെ എരിവൊക്കെ നമ്മുടെ മത്തങ്ങയിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 2 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് ബാക്കി ചേർക്കാനുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തോരൻ നമ്മൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. വെള്ളമൊക്കെ വറ്റി കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു സ്റ്റേജിൽ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ അവിയലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കാറില്ലേ, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ. നമ്മൾ ഇതിലേക്ക് വറവൊന്നും ഇടണ്ട, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയാൽ മതി. പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടൊന്ന് മാറിയിട്ട് നമ്മുടെ തോരൻ കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാ തോരനുകളിലും പറയുന്ന പോലെ അല്ല, ഈ തോരൻ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ പ്രായക്കാർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനും വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്ന ആളുകൾക്കും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെർവ് ചെയ്തൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ചൂടോടുകൂടി ഞാൻ സെർവ് ചെയ്യുന്നു വെച്ചിട്ട് നിങ്ങൾ ചൂടോടുകൂടി സെർവ് ചെയ്യണ്ട കേട്ടോ. ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും, എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാര്യം, വളരെ കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ മത്തങ്ങ തോരൻ നമ്മുടെ സെർവിങ് ബൗളിൽ റെഡി ആയിക്കഴിഞ്ഞു. വറവിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വറവിട്ടെടുക്കുന്നതിനേക്കാൾ ഈ തോരന് ടേസ്റ്റ് ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചക്കറിവേപ്പിലയും ചേർത്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടുത്ത ദിവസം നമ്മുടെ വീഡിയോ വീണ്ടും കാണാൻ മറന്നു പോരുത്. നമ്മുടെ തോരൻ റെഡി. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.